നമസ്കാരം. മുമ്പുള്ള വീഡിയോയിൽ മാൾട്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് മാൾട്ടിങ് എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ എന്താണ് മാൾട്ട് എന്ന് ചോദിച്ച് 2 കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. മാൾട്ട് എന്ന് പറയുന്നത് സാധാരണ ഒരു ധാന്യത്തിനെ നമ്മൾ വിസ്കിയോ അല്ലെങ്കിൽ ഒരു മദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നൊരു ചടങ്ങാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ധാന്യത്തിനകത്ത് ഒരു എൻസൈം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. കൃത്രിമമായിട്ട് ഉണ്ടാക്കുകയല്ല, ഇതിനകത്ത് തന്നെ ഒരു എൻസൈം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഈ പ്രോസസ്സിലൂടെ. ഞാനിവിടെ കോൺ അല്ലെങ്കിൽ ചോളമാണ് മാൾട്ട് ചെയ്യുന്നത്. ഇതേ പ്രോസസ്സ് തന്നെയാണ് ഈ ബാർലിക്കും. നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന ചോളം ഒന്ന് കുതിർത്ത് വെക്കും. ഒരു 8 മണിക്കൂറോളം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കും. അതിനുശേഷം ഏകദേശം 6 മണിക്കൂർ നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കും. അതിനുശേഷം വീണ്ടും നമ്മൾ 8 മണിക്കൂർ വെള്ളം കുതിർത്ത് വെക്കുന്നു. വെള്ളം ഊറ്റിക്കളഞ്ഞ് 6 മണിക്കൂർ വെക്കുന്നു. ഇത് 2-3 തവണ നമ്മൾ ആവർത്തിക്കും. എന്തിനെന്ന് വെച്ചാൽ, ഈ ധാന്യം ഒന്ന് കുതിർന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ഇത് കിളിർക്കും. അത് കിളിർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കുക ചെയ്യുന്നത്. കിളിർക്കുക എന്ന് പറയുമ്പോൾ ഏകദേശം അത്യാവശ്യം ഒരു 1 ഇഞ്ചോളം നീളം വരുന്ന രീതിയിൽ കിളിർപ്പുണ്ടാകുന്നവരെ നമ്മളൊന്ന് ക്ലിപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന ചോളത്തിനകത്തേക്ക് വെള്ളം നിറച്ച് വയ്ക്കുകയാണ്. അത് സ്റ്റീപ്പിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഈ വെള്ളം 8 മണിക്കൂറിന് ശേഷം അത് ഊറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു 6 മണിക്കൂർ ഒന്ന് കുതിരാൻ വെക്കുകയാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ വെള്ളം നിറയ്ക്കുന്നു. 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളത് ഊറ്റിക്കളയുന്നു. ഒരു 6 മണിക്കൂർ വീണ്ടും ഒന്ന് ഉണങ്ങാൻ വേണ്ടി വയ്ക്കുന്നു. ഏകദേശം ഈ സൈക്കിൾ ഒരു 3 തവണ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്തൊരു പാത്രത്തിലേക്ക്, പരന്ന പാത്രത്തിലേക്ക് നമ്മൾ ഒന്ന് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ അല്പം നനവ് കിട്ടാൻ വേണ്ടി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അത് ഏകദേശം അങ്ങനെ ചെയ്യാമെങ്കിൽ ഒരു 4-5 ദിവസം കൊണ്ട് ഇത് നന്നായിട്ട് കിളിച്ചു വരും. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വെയിലുള്ളപ്പം വെയിലത്ത് വെച്ച് വേണമെങ്കിൽ ഉണക്കാൻ പറ്റും. പക്ഷേ ഞാനിപ്പം ഇത് ഓവനകത്ത് വെച്ച് ആണ് ഉണക്കുന്നത്. ഒരു 120 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 1 മണിക്കൂറോളം ഒന്ന് വെച്ച് ഉണക്കുകയാണ് ചെയ്യുന്നത്. ഈ വെള്ളം ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ നമ്മളിതിനെ റോസ്റ്റ് ചെയ്യുന്നില്ല, ഉണങ്ങാൻ വേണ്ടി മാത്രമാണ്. അത് കഴിയുമ്പം ഈ 1 മണിക്കൂറോളം നമ്മൾ വെള്ളം ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് കഴിയുമ്പം ഈ ക്ലിപ്പ് അത് നിൽക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഇതിനിടയ്ക്ക് 5-10 മിനിറ്റിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അടുത്ത സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ മാൾട്ടിൻ്റെ ഒരു ടേസ്റ്റ് നിർണ്ണയിക്കുന്നത് ഈ സ്റ്റെപ്പിലാണ്. ഞാനിപ്പം ഒരു 1 മണിക്കൂറാണ് ഒന്ന് റോസ്റ്റ് ചെയ്യുന്നത്. ഒരു 170 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 1 മണിക്കൂർ റോസ്റ്റ് ചെയ്യുകയാണ്. ഇച്ചിരി ഡാർക്ക് ഫ്ലേവറുകൾ വേണം, അല്ലെങ്കിൽ കോഫി ഫ്ലേവറുകൾ, അങ്ങനത്തെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് അല്പം കൂടെ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് കൂടുതൽ നേരം നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്യണം. റോസ്റ്റ് ചെയ്തതിന് ശേഷം എടുത്ത് നന്നായിട്ട് ഒന്ന് കൈയിട്ടൊന്ന് ഇളക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഈ കിളിർപ്പ് ഉണങ്ങി ഇരിക്കുകയായിരിക്കും. അത് എല്ലാം ഒടിഞ്ഞു പോയി അതെല്ലാം ക്ലീൻ ആക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ആ ഷെല്ലും അതിൻ്റെ ഈ കിളിർപ്പും എല്ലാം ഉണങ്ങി നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. മാൾട്ടിങ് പ്രോസസ്സ് ഏകദേശം പൂർണ്ണമായി. ഇത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ, ഈ മാൾട്ടിൻ്റെ ഉള്ളിൽ, ഇപ്പം നമ്മൾ മാൾട്ടിങ് കഴിഞ്ഞാൽ പിന്നെ ഈ ധാന്യത്തിന് മാൾട്ട് എന്നാണ് പറയുന്നത്. മാൾട്ടിൻ്റെ ഉള്ളിൽ ഒരു എൻസൈം ഫോം ചെയ്യും. ഈ എൻസൈമാണ് നമ്മുടെ ഈ ധാന്യത്തിനകത്തെ സ്റ്റാർച്ച് ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. കാരണം ഈസ്റ്റ് നമ്മുടെ ഈ ചോളത്തിനകത്തെയോ അല്ലെന്നുണ്ടെങ്കിൽ ബാർലിക്കകത്തെയോ സ്റ്റാർച്ചിനെ നേരിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതിന് കഴിവില്ല. കാരണം നമ്മൾ ഇതിനെ ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈസ്റ്റ് പിന്നീട് ഈ ഷുഗറിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് ആൽക്കഹോൾ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിനെ പൊടിച്ചിട്ട് മാഷ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫെർമെൻറ്റ് ചെയ്യാനുള്ള ഒരു മാഷ് പ്രിപ്പയർ ആവാം.
ഇത് കോൺ വിസ്കിക്ക് വേണ്ടിയിട്ടുള്ള മാഷാണ് നമുക്ക് കാണിക്കുന്നത്. വിസ്കി ഉണ്ടാക്കുന്നതും ഡിസ്റ്റിൽ ചെയ്യുന്നതൊക്കെ നമ്മൾ മുമ്പേ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. താങ്ക്സ്. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതേപോലെ ഒരു വീഡിയോയുമായിട്ട് വരാം. നന്ദി.